കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയല്ലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന സുജാത ഇന്ത്യവരത്തിലേക്ക് വരുവാണ്. ഇന്ത്യവരത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഗാഥ അവിടെ ഇല്ല, ഗാഥനെ കൊണ്ടുപോയെന്നൊക്കെ അറിയുന്നത്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് അതോടൊപ്പം തന്നെ ബാലാജിയുടെ കേസ് കോടതിയിലേക്ക് എത്തുവാണ്. അപ്പൊ വിസ്താരമൊക്കെ തുടങ്ങുവാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, സുജാത രാവിലെ തന്നെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ രാത്രി ഗാഥ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ താനും അച്ഛനും നന്ദേച്ചി എല്ലാരും കൂടിയിട്ട് വലിയൊരു നാടകമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ എന്നെ മിക്കവാറും കൊണ്ടുപോയിടും, എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുജാതയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? സുജാത നേരം പരാപരാ വെളുത്തു കഴിഞ്ഞപ്പോ തന്നെ നേരെ ഇന്ദീവരത്തിലേക്ക് വരുവാണ്. ഇന്ദീവരത്തിലേക്ക് വരുമ്പോ തന്നെ അവിടെ ബോധം കെട്ടി കിടക്കുന്ന നന്ദേനെയാണ് കാണുന്നത് സിറ്റ് ഔട്ടില്. ഈ കാഴ്ച കൊണ്ട് സുജാത ഓടി ചെല്ലുവാണ്. അപ്പൊ നന്ദേനെ ഇങ്ങനെ കുലുക്കി വിളിക്കുവാണ്. കുലുക്കി വിളിച്ചു കഴിയുമ്പോ പെട്ടെന്ന് ഒരു ബോധം ഉണ്ടായില്ല. പിന്നീട് വീണ്ടും വിളിച്ചു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നന്ദ കണ്ണ് തുറക്കുവാണ്. കണ്ണ് തുറന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച സുജാതേനെയാണ്. പെട്ടെന്ന് ഗാഥ ഗാഥ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു തുറക്കടെ. സുജാത എന്താ മോളെ, എന്ത് പറ്റി, എന്ത് മോളെന്തേ, ഗാഥ എന്തേന്ന് ചോദിക്കണം. ഇത് കേട്ട പറഞ്ഞ് ഗാഥേനെ കൊണ്ടുപോയെന്ന്. ഗാഥേനെ കൊണ്ടുപോയാ? ആര് കൊണ്ടുപോയി? അച്ഛൻ കൊണ്ടുപോയി, അച്ഛനും വാവച്ചനും കൂടെ വന്ന് കൊണ്ടുപോയെന്ന് പറയാണ്. ഇത് കേട്ടതും എന്റെ മോളേന്നും വിളിച്ചോണ്ട് സുജാത പുറകോട്ട് മറിഞ്ഞു വീണ ഒരുമിച്ചായിരുന്നു. കാരണം സുജാതയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മോൾക്ക് വേണ്ടി മാത്രമാണ് ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നതന്നെ. അവള് വിളിച്ച് തന്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞപ്പോ അവളെ രക്ഷിച്ചു കൊണ്ടാനായിട്ട് വന്നാണ്. ആരുടെ കയ്യിൽ കൊടുക്കാതെ, ആർക്കും പിടി കൊടുക്കാതെ അവളെ കൊണ്ടാൻ വേണ്ടി വന്നാണ്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ മനസ്സിന് സഹിച്ചില്ല. ഈ സമയത്ത് നന്ദ അവിടെ കിടന്ന് അല്ലറി വിളിച്ചു, ആന്റി എഴുന്നേക്ക, ആന്റി എഴുന്നേക്ക, ആന്റി എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഗാനം സുജാത എഴുന്നേറ്റില്ല. സുജാത അവിടെ ബോധം കെട്ടുക. പെട്ടെന്ന് നന്ദ അകത്തേക്ക് ഓടുവാണ്. ഈ സമയത്താണ് ഗൗതമൻ നന്ദയുടെ ഒച്ച അലർച്ചയൊക്കെ കേട്ട് അങ്ങോട്ട് ഓടി ഇറങ്ങി വരുന്നത്. ഓടി ഇറങ്ങി വരുമ്പം നന്ദയോട് ചെന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അവിടെ സുജാത ആന്റി എന്ന് മാത്രം പറഞ്ഞോളൂ. എന്നിട്ട് നന്ദ അകത്തേക്ക് കയറ്റി വെള്ളം എടുക്കാനായിട്ട് ഓടുവാണ്. അങ്ങനെ ഗൗതം വരുമ്പം കാണുന്ന കാഴ്ച സുജാത അവിടെ ബോധം കെട്ട് കിടക്കുന്ന. അപ്പൊ സുജാതനെ മുമ്പ് ഗൗതം കണ്ടിട്ടില്ല, ആരെ എന്താ ഏതാ ഒന്നും അറിയത്തില്ല. ഈ സമയത്ത് നന്ദ കുറെ വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. വെള്ളമെല്ലാം മുഖത്ത് തളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുജാതയ്ക്ക് പതുക്കെ ഒരു ബോധം വീണ്. സുജാത പെട്ടെന്ന് പറഞ്ഞു, എന്റെ മോള്, എനിക്ക് എന്റെ മോളെ കാണണം, എനിക്ക് എന്റെ മോളെ വേണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം ചോദിച്ചു, എന്താ നന്ദ, എന്ത് പറ്റി, ഇവരാരാ എന്താന്നൊക്കെ ചോദിക്കുവാണ്. പിന്നീട് പറഞ്ഞു, ഇതാണ് ഗാഥയുടെ അമ്മ സുജാത ആന്റി എന്ന് പറയണം. അല്ല ഗാഥ എന്തിയെ, ഗാഥയെ കുറിച്ചാണല്ലോ ഇവര് ചോദിക്കണേന്ന് പറയണം. പെട്ടെന്ന് പറഞ്ഞു, ഗാഥേനെ കൊണ്ടുപോയെന്ന് പറയാം. ഗാഥേനെ കൊണ്ടുപോയ, ആരാ കൊണ്ടുപോയത് എന്നാ കൊണ്ടുപോയെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും നന്ദയ്ക്കൊരു വെപ്രാളം ഉണ്ടായി. ആര് കൊണ്ടുപോയെന്നാ പറയേണ്ടത്, പ്രശ്നമാകുമോ? പറഞ്ഞു, വാവച്ചനെ കൊണ്ടുപോയത്, വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയാ. ഗാഥയെ ബലമായിട്ട് കൊണ്ടുപോയെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഗൗതത്തിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ അത് മാത്രമല്ല, ആ കൂടെ അച്ഛനും കൂടി ഉണ്ടെന്ന് പറയാണ്. ഒരു കാര്യം മനസ്സിലായി, അച്ഛനും കൂടെ അറിഞ്ഞിട്ടുള്ള പ്ലാനാണിത്. അച്ഛനും ബാവച്ചനും എല്ലാരും കൂടെ ചേർന്ന്. അപ്പം നന്ദ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു പ്ലാൻ മാത്രമാണ്, ബാലാജിയുടെ പ്ലാനാണ്, ഈ പ്ലാനിന് നമ്മൾ കൂട്ടു നിൽക്കരുത്, ഗാഥാനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഗൗതം വിചാരിച്ചേ ഗാഥാനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നന്ദ വെറുതെ പറയുന്നതായിരിക്കും എന്നാ വിചാരിച്ചേ. അപ്പോഴാണ് ശരിക്കും കാര്യത്തിന്റെ ആ ഒരു സീരിയസ്നെസ് ഗൗതമിന് മനസ്സിലാവുന്നേ. പെട്ടെന്ന് തന്നെ ഗൗതം അകത്തേക്ക് ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് ഓടുവാണ്. ഈ സമയത്ത് ബാലാജി കോടതി ചെന്നിട്ടുണ്ടായിരുന്നു. ബാലാജി രാവിലെ തന്നെ കോടതി ചെന്നു. ബാലാജിയുടെ വക്കീലും ഉണ്ടായിരുന്നു. വക്കീലും ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ എങ്ങും ഗാഥനെ കണ്ടില്ല. അപ്പൊ സമാധാനമായി. ഇതിന്റെ ഇടയ്ക്ക് മഹേഷിനെ വിളിച്ചു. മഹേഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ലാന്ന് പറയണ. അല്ല അവളുണ്ടല്ലോ കൂടെയല്ലേ? അവളുണ്ട്. ദേ ഹേമന്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവൻ എന്നെ വിളിച്ചോണ്ടിരിക്കുക, നിങ്ങൾ ഇതിലായിട്ട് എത്താത്ത എന്തുകൊണ്ടാന്ന്. ദേ ഇപ്പൊ ഓൺ ദ വേയാ, ഇപ്പൊ തന്നെ അവിടെ എത്തുമെന്ന് പറയണം. പിന്നെ അറിയാലോ, അവളെ അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് തീർന്നു ഇതോടുകൂടി എന്ന് പറയണത്. അതൊക്കെ എനിക്കറിയാം ബാലാജി. ബാലാജി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എയർപോർട്ടിലേക്ക് ഞാൻ അവളെ എത്തിച്ചേക്കാന്ന് പറയണേ. ഈ സമയത്ത് നന്ദ പുറയിലിരിക്കുന്നുണ്ടായിരുന്നു. അല്ല നന്ദയല്ല, സോറി ഗാഥ. രാവിലെ എനിക്ക് ഈ പേര് മാറിപ്പോയിട്ടോ, സോറി കേട്ടോ. ഗാഥയും നന്ദയും തമ്മിൽ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ മാറിപ്പോകുന്ന കേട്ടോ. അപ്പൊ ഗാഥ പുറകിരുന്ന് ചോദിക്കുക, അച്ഛൻ എന്നെ മനഃപൂർവ്വം അപ്പം കൊണ്ടേ കൊടുക്കുക അല്ലേ, ഞാൻ അച്ഛന്റെ മോളല്ലേ, അച്ഛൻ വന്നിട്ട് എങ്ങനെ എന്നോട് ഈ ക്രൂരത ചെയ്യാൻ തോന്നുന്നു പറയണേ. ഇത് കേട്ട് ഞാൻ മഹേശ്വരൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. അവന്മാരെന്താണെങ്കിലും നിന്നെ വന്ന് പിടിച്ചോണ്ട് പോകും. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, നിന്റെ ജീവൻ ആപത്തില്ലല്ലോ. നീ കോടതി പോയി സത്യം പറയാതിരിക്കണമെങ്കിൽ എനിക്കിത് മാത്രമേ മാർഗമുള്ളൂ. ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗാഥ പറഞ്ഞു, ഒരു കാരണവശാലും നന്ദേച്ചി ക്ഷമിക്കുമെന്ന് തോന്നില്ല. നന്ദേച്ചി മാത്രമല്ല, എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അച്ഛൻ അറിയാവോ? അമ്മ ഒരിക്കലും ക്ഷമിക്കുന്ന കാര്യമല്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആ സെക്കൻഡ് ഇന്ദീവരത്തിലേക്ക് വരും. പിന്നീട് എന്താ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു പറയണേ. ഈ സമയത്ത് മഹേശന് അപകടം എടുത്തു. ശരിയാണ്,
സുജാത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. മഹേഷിനും അറിയാം, വരൂന്നറിയാം. അപ്പൊ എന്ത് ചെയ്യണം? പക്ഷെ ഗാഥനെ ഇപ്പൊ കൈമാറാതിരിക്കാനും പറ്റില്ല. ഈ സമയത്ത് ഗൗതം എന്ത് ചെയ്യാണ്? പോലീസുകാർക്കെല്ലാം ഇൻഫർമേഷൻ കൊടുക്കുവാണ്. ഇങ്ങനെ പോന്നിട്ടുണ്ട്, എവിടെ ഉണ്ടെങ്കിലും തടയണമെന്നും പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് തന്നെ ഈ സമയത്ത് നന്ദ വന്നിട്ട് സുജാതനെ ആശ്വസിപ്പിക്കുക. പോട്ടെ, സാരമില്ല, എവിടെയാളും കൊണ്ടുവരും. ഗൗതം സാർ ഉണ്ടല്ലോ, ഗൗതം സാർ പോയിട്ടുണ്ടല്ലോ എന്ന് പറയാ, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. പിന്നീട് ഗൗതം ഗാഥയെ തിരക്കി ഇറങ്ങി തിരിക്കുവാണ്. ഈ സമയത്താണ് ലക്ഷ്മിയമ്മയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ലക്ഷ്മിയമ്മ കണ്ടു സുജാതേനെ. അങ്ങനെ ആദ്യമായിട്ട് അവർ തമ്മിൽ കാണുമായിരുന്നു. പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, സുജാതയ്ക്കല്ലേ അറിയത്തുള്ളൂ. ലക്ഷ്മിയമ്മ എന്ന് ചോദിച്ചാൽ ആരാ മോളെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പറഞ്ഞത് ഗാഥയുടെ അമ്മയാന്ന് പറയണ. ഗാഥയുടെ അമ്മയാണോ? പക്ഷെ ഗാഥയെ കൊണ്ടുപോയ കാര്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് ആ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ അയ്യോ ചതിച്ചല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എന്തെന്ന് അറിയത്തില്ല, ഗൗതം സാർ പോയിട്ടുണ്ട് അന്വേഷിക്കാനായിട്ട്. ഒരു പക്ഷേങ്കില് ഗാഥനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമായിരിക്കും എന്ന് പറയാം. സുജാത പറഞ്ഞു എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാൻ പറ്റൂല. ഇന്ത്യ വരത്തിലുള്ള എല്ലാവരെയും ഞാൻ ശരിയാക്കുമെന്ന് പറയാം. നന്ദിയോട് പറഞ്ഞു നിന്നെ വിശ്വസിച്ചല്ല ഞാൻ എന്റെ മോളെ ഏൽപ്പിച്ചു വിട്ടെ. നീ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ അവളെ ഞാൻ തന്നുവിട്ടെ. എന്നിട്ട് നീ എന്തിനാ ഈ ചതി ചെയ്തേന്ന് ചോദിക്കുകയാണ്. പിന്നെ ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല ഹേമന്ത് എന്ന് പറഞ്ഞൊരു മുറച്ചെറുക്കന്റെ കാര്യം അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞ് പറഞ്ഞു ഹേമന്തോ? അങ്ങനെ ഒരു മുറച്ചെറുക്കനൊന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാന്ന് പറയാണ്. ഇതെല്ലാം ബാലാജിയുടെ കളികളാന്ന് പറയാ. അപ്പോഴാണ് ലക്ഷ്മിയമ്മ ഒക്കെ ശരിക്കും സത്യങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷെ രാജേന്ദ്രന്റെ കാര്യം കള്ള വന്നുള്ള കാര്യം പറഞ്ഞില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞത് എന്റെ ഭഗവാനെ ചതിച്ചല്ലോ, ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ലക്ഷ്മിയമ്മയ്ക്കും ഭയങ്കര ആദ്യമായിപ്പോയി. ഈ സമയത്ത് മഹേശനും ഗാഥയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. മഹേശന് മനസ്സിലായി നന്ദ ചിലപ്പോ ബോധത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കും, വലിയ പ്രശ്നവും തന്റെ പുറകെ ആൾക്കാർ കാണുമെന്നൊക്കെ അറിയാം. ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാ വരൂന്നും അറിയായിരുന്നു. എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്താനായിട്ട് മഹേശ്വരൻ സ്പീഡ് വിടുവാണ്. ഈ സമയത്ത് ഗൗതത്തിന്റെ ഫോണിലേക്ക് വിവരം കിട്ടുവാണ്. മഹേഷിന്റെ വണ്ടി ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്, ഇന്ത്യവരത്തിലെ വണ്ടി പോയിട്ടുണ്ട്, അതിനകത്ത് ഗാഥയുണ്ടെന്നുള്ള കാര്യം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗൗതം അങ്ങോട്ട് തിരിക്കുവാണ്, എയർപോർട്ടിലേക്ക് തിരിക്കുവാണ് ഗാഥയെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല നാളെ കോടതിയില് കേസ് വിളിച്ചു കഴിയുമ്പോൾ ആ കൃത്യസമയത്ത് തന്നെ ഗാഥ അവിടെ ഹാജരാകും. ഗാഥ ഹാജരായിട്ട് ബാലാജിക്കെതിരെ മൊഴി കൊടുക്കുകയും ചെയ്യും. ബാലാജി അകത്ത് പോവുകയും ചെയ്യും. അതിന്റെ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മഹേഷിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവാ. ആരാണ് ഗാഥ, ആരാണ് മഹേഷിന്റെ ആരാന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ നന്ദയും ഗൗതം തമ്മിലുള്ള ബന്ധങ്ങൾ ചിലപ്പം വഷളായിരിക്കും. നന്ദയാണ് ഇതിന്റെ പുറകെ പോയിരിക്കുന്നത്. അപ്പൊ നന്ദ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിൽ ഒരു പക്ഷേ ഗൗതം നന്ദയും തമ്മിൽ വഴക്കാവുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്നാലും അധികം ഒന്നും നീണ്ടു പോകത്തില്ല. അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി അവർ വീണ്ടും ഒന്നാവും. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.